ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു പുതിയ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഫ്രാപ്പുച്ചിനോ. അപ്പോൾ ക്യാപ്പുച്ചിനോ എല്ലാവരും തന്നെ കുടിച്ചിട്ടുള്ളതായിരിക്കും. ഇതതിലും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി ഫ്രാപ്പുച്ചിനോ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വാനില ഫ്രാപ്പിൻ്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ അവൈലബിൾ ആണിത്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഫ്രാപ്പ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഈ അടുത്ത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഡ്രിങ്ക് കുടിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. കാര്യം ഇതിൽ ഓൾറെഡി തന്നെ മധുരം ഉള്ളതാണ് ഈ പൗഡറിൽ. പിന്നെ കുറച്ചുകൂടി ഒരു ടേസ്റ്റിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർക്കുക. പിന്നെ അതിലേക്ക് 1 ഗ്ലാസ് പാല്, അതായത് ഞാനിവിടെ 250 ml പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് 1 ഗ്ലാസ് ജ്യൂസ് ഡ്രിങ്കിനുള്ളതേ ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് വരെയെങ്കിലും ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ക്രീമി ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ ഫ്രാപ്പുച്ചിനോ. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇതിന് മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ സാരമില്ല, ഇങ്ങനെ തന്നെയാണെങ്കിലും സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വിപ്പിംഗ് ക്രീമും കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ ഫ്രാപ്പുച്ചിനോ. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ വെച്ച് ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.